ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ 22-ാം വാക്യത്തിൽ യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവിനരിയ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ, അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. 50-ാം വാക്യത്തിൽ അപ്പോൾ യോസഫ് തൻ്റെ അപ്പൻ്റെ മുഖത്ത് വീണ് കരഞ്ഞ് അവനെ ചുംബിച്ചു. യാക്കോബിൻ്റെ ഇസ്രായേൽ ഗോത്രം 12 അതിൽ യോസഫിനെ ദൈവം അനുഗ്രഹിച്ച് അവൻ വലിയൊരു അനുഗ്രഹപാത്രമായി സഹോദരങ്ങളൊക്കെ നിന്ദിച്ചെങ്കിലും അവൻ്റെ പിതാവിനോടും മാതാവിനോടും ദൈവത്തോടും അവൻ്റെ കുടുംബത്തോടുള്ള വലിയ ബന്ധം, അവൻ്റെ സഹോദരങ്ങളോടുള്ള ബന്ധം, സഹോദരൻ മുഴുവനും അവനെ പൊട്ടക്കട്ടിലിട്ടു, അവനെ രാജകൊട്ടാരത്തിൽ അവനെ തടങ്കലിലടച്ചു. എന്നാൽ ഇവിടെയെല്ലാം അവന് ദയ നൽകുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. അപ്പോൾ യോസഫ് അതുകൊണ്ട് അവനൊരു ഫലപ്രദമായ വൃക്ഷമെന്ന് പറയും. അവന് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല, ആ പ്രശ്നത്തേക്ക് അതിജീവിക്കുവാനുള്ള ശക്തി അവനുണ്ടായിരുന്നു. അവൻ ആ കൊമ്പുകളിൽ പടരാൻ സാധിച്ചു. അവൻ്റെ വിശുദ്ധ ജീവിതവും അവൻ്റെ ദൈവത്തോടുള്ള ബന്ധവും അവൻ്റെ പിതാവിനോടുള്ള ബന്ധമാണ്. സ്വന്തം മാതാപിതാക്കളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിൻ്റെ അനുഗ്രഹമാണ്. ഇവിടെ യാക്കോബ് മരണപ്പെടുമ്പോൾ അതിൻ്റെ 49-ാം വാക്യത്തിൽ അവൻ കാൽ കട്ടിലിന്മേൽ എടുത്തു വെച്ചിട്ട് പ്രാണനെ വിട്ട് തൻ്റെ ജനത്തോട് ചേർന്നു. അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതുപോലെ മരണപ്പെട്ട് അപ്പോൾ യോസഫ് തൻ്റെ അപ്പൻ്റെ മുഖത്ത് വീണ് കരഞ്ഞ് അവനെ ചുംബിച്ചു. ആ വലിയൊരു ബന്ധമാണ് യോസഫിൻ്റെ ബന്ധം, അവൻ്റെ അനുഗ്രഹത്തിൻ്റെ ബന്ധമായി തീരാൻ സാധിക്കുന്നത്. നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും ശുശ്രൂഷിക്കുവാനുമുള്ള മനോഭാവം നമ്മൾക്കുണ്ടായിരിക്കണം. പ്രായമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കൾ മാത്രമല്ല, അപ്രകാരം പ്രായമുള്ളവർ സമൂഹത്തിൽ നമ്മളെക്കാൾ പ്രയാസം അനുഭവിക്കുന്നവർ, ഏത് ജാതിയോ ഏത് കുലമോ ഏത് സഭയോ ആയിക്കോട്ടെ, അവർ മാതാപിതാക്കളാണെങ്കിൽ അവരെ ബഹുമാനിക്കാനും ആദരിക്കുവാനും സമൂഹത്തിലുള്ള നമ്മൾക്ക് കഴിയണം. അത് വലിയ അനുഗ്രഹമാണ്. അവിടെയാണ് നിൻ്റെ അനുഗ്രഹം ആരംഭിക്കുന്നത്. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഞങ്ങളുടെ മധ്യത്തിലുള്ള മാതാപിതാക്കൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, വിശേഷ കേരളത്തിൽ മാതാപിതാക്കൾ വർദ്ധിക്കുമ്പോൾ അവർ തനിയായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനുള്ള ദൈവശക്തി കൊണ്ട് ഞങ്ങളെ നിറച്ചു കൊള്ളണമേ. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവശക്തി വ്യാപരിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, വിവിധ ചാനലുകൾ ജോലി ചെയ്യുന്നവർ, വിവിധ ശുശ്രൂഷകളിലായിരിക്കുന്നവർ, ലോകമെമ്പാടും കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്നവർ, വചനപ്രഘോഷകർ, പ്രവാചക ശബ്ദം ഉയർത്തുന്നവർ, ധ്യാനകേന്ദ്രങ്ങൾ നടത്തുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, പരിശുദ്ധാത്മാവ് എല്ലാവരിലും ഒരുപോലെ ആവരിക്കണമേ. WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നേഴ്സ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ്, ഹൈവേസ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജ്, ജയിലുകളിൽ കഴിയുന്നവർ, പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ, കൃപ എല്ലാവരുടെ മേലും ഒരുപോലെ ആവരിച്ചു കൊള്ളണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. ഈ വചനത്താൽ ദൈവത്തിൻ്റെ ശക്തി ഇതിൻ്റെ മക്കളിലേക്ക് വ്യാപരിക്കട്ടെ. മറ്റുള്ളവരെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം. യേശു മൂലം തന്നെ, ആമീൻ. ഗോഡ് ബ്ലസ് യു. തീരാത്ത കനിവിന്റെ കനലാണു തീക്കനൽ, അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ,